ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആകെ ദൂരം ബൈ ആകെ സമയമാണ്. ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയമാണ് ശരാശരി വേഗത. ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയമാണ് ശരാശരി വേഗത. അപ്പോൾ ആകെ ദൂരം എന്ന് പറയുമ്പോൾ ആകെ ദൂരം എത്രയാണ്? ആകെ ദൂരം ആദ്യം ഒരു 70 കിലോമീറ്റർ, പിന്നെ ഒരു 80 കിലോമീറ്റർ അല്ലെ? ആദ്യം ഒരു 70 കിലോമീറ്റർ, പിന്നെ ഒരു 80 കിലോമീറ്റർ. അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് 70 പ്ലസ് 80 ആണ് ആകെ ദൂരം. ഡിവൈഡ് ബൈ ആകെ സമയം. സമയം എന്ന് പറയുന്നത് നോക്കിയേ, 70 കിലോമീറ്റർ ദൂരം 35 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. ഓക്കെ, അപ്പൊ മൊത്തം എത്ര സമയം എടുത്ത് കാണും 70 കിലോമീറ്റർ സഞ്ചരിക്കാൻ? 35 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 35 കിലോമീറ്റർ. അപ്പൊ 70 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു? യെസ്, 2 മണിക്കൂർ എടുത്തു. 70 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതുപോലെ 80 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പൊ 20 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ്, ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കും. അതാണ് 20 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 80 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ വേണം? 20 വെച്ചിട്ട് അങ്ങനെ 4 മണിക്കൂർ വേണം അല്ലെ? 4 മണിക്കൂർ വേണം. അപ്പൊ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ആദ്യം ഒരു 2 മണിക്കൂർ, പിന്നെന്തെടുത്തു? പിന്നെ ഒരു 4 മണിക്കൂർ. അപ്പൊ ആദ്യം 70/35 2 മണിക്കൂർ എടുക്കുന്നു. പിന്നെന്തെടുക്കുന്നു? പിന്നെ 80/20 4 മണിക്കൂർ. നമുക്ക് നോക്കാം. 80 70 150 ഡിവൈഡ് ബൈ ആകെ സമയം എന്ന് പറയുന്നത് ആദ്യം ഒരു 2 മണിക്കൂർ, പിന്നെ ഒരു 4 മണിക്കൂർ. 180 ഡിവൈഡ് ബൈ 6 അല്ലെ? 150/6 എന്ന് പറഞ്ഞാൽ എത്ര? 25